ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. ചേട്ടൻ എണീറ്റ് ഇവരോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. ശരിയാ, അമ്പലമുറ്റത്ത് വെച്ചൊരു വഴക്ക് വേണ്ട. ആദ്യമായി വരുന്നതല്ലേ, എഴുന്നേക്ക് അങ്ങോട്ട് പോവാം. പിന്നെ എല്ലാവരും വീട്ടിലേക്ക് വരുന്നു. സുഭാഷ് ചേട്ടൻ ഫോൺ ചെയ്യുന്നു. നിങ്ങൾ പണിയൊക്കെ നേരത്തെ തീർക്കണേ, കഴിവതും ഞാൻ നേരത്തെ വരാൻ നോക്കാം. സുധീഷ് നിധിക്ക് ചൂടുവെള്ളം കൊടുക്കുന്നു. നിധിയെ, ചൂടുവെള്ളം എന്താ ആലോചിക്കുന്നത്? നിങ്ങളുടെ അമ്മായി എന്താ ഇങ്ങനെ? ഒരു സ്ഥലത്ത് വെച്ച് പറയേണ്ട കാര്യങ്ങളില്ലേ, അതല്ലേ പറയാമോ? ഒരു സ്ഥലത്ത് വെച്ച് അച്ഛനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾ എന്ത് വിചാരിക്കും? ഒന്നുമില്ലെങ്കിലും അമ്പലത്തിലാണെന്നുള്ള വിചാരം വേണ്ടേ? നാട്ടിലെ പോലെ നമ്മളെ നാണം കെടുത്തണമെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇതൊക്കെ പഴകിപ്പോയി, താനത് വിട്ടേരെ. അങ്ങനെ വിടാൻ പാടുണ്ടോ? അവർ പറയുന്നത് തെറ്റാണെന്ന് നമുക്ക് തെളിയിച്ചു കൊടുക്കണം. ഞങ്ങൾ എങ്ങനെ തെളിയിക്കാനാ? നിങ്ങളുടെ കുടുംബത്തിൽ അധികകാലം ഒരു സ്ത്രീ വാഴില്ലെന്നാണല്ലോ നാട്ടുകാർ പറയുന്നേ. അത് മാറ്റാനുള്ള വഴി നോക്കണം. എന്ത് വഴി? തറവാട്ടമ്പലത്തിൽ വെച്ച് വഴിപാട് നടത്തിയ സുഭാഷേട്ടൻ്റെ ദോഷങ്ങൾ മാറുമെന്നല്ലേ ജ്യോത്സ്യർ പറഞ്ഞത്? അതെ, അതിനാണല്ലോ വന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാട് എന്താ? വഴിപാട് ശൂലം കുത്തി പ്രദക്ഷിണം ചെയ്യണം. അത് നിങ്ങൾ ചെയ്യണം. അയ്യോ ഏട്ടത്തി, സുഭാഷ് ഏട്ടന് വേണ്ടി നിങ്ങൾ അനിയന്മാരല്ലാതെ വേറെ ആരാ ചെയ്യുന്നത്? ആരെങ്കിലും ഒരാൾ അത് ചെയ്തേ പറ്റൂ. മോളെ, അത് വേണം. സുഭാഷ് ഏട്ടൻ ഒന്നും മിണ്ടാതിരുന്നേ. ആരും ഒന്നും ചെയ്യാത്തൊന്നും അല്ലല്ലോ. ഇന്ന് തന്നെ എത്ര പേരാ ചെയ്തത്? അവർക്കാർക്കും ഒന്നും പറ്റിയില്ലല്ലോ. അതൊക്കെ ശരിയാ. ഹരീഷും നികേഷും ഇതൊക്കെ ചെയ്യുവാന്ന് വെച്ചാ അവര് ചെയ്യണ്ട, പിന്നെ നിങ്ങൾ ചെയ്താൽ മതി. പണി പാലും വെള്ളത്തിൽ കിട്ടി. എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെയുള്ളതൊക്കെ അനാചാര്യമാണ്. ഇത്തരം ആചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കല്ലേ എന്നാണ് എൻ്റെ അപേക്ഷ. അപ്പോഴത്തേനും മണിച്ചേട്ടൻ വരുന്നു. എന്താ ഇവിടെ ഒരു സംസാരം? അല്ല, ഈ ക്ഷേത്രത്തില് ഒരു പ്രത്യേക വഴിപാടില്ല, അതിനെക്കുറിച്ച് സംസാരിച്ചതാ. ശൂലം കുത്ത അനാചാര്യമാണെന്നോ? നല്ല കാര്യമായി പോയി. അല്ല, ഭഗവതി അല്ലേ പ്രതിഷ്ഠ, പിന്നെ എങ്ങനെ മുരുകന് വഴിപാട് നടത്തുന്നേ? ശൂലം കുത്തി പ്രദക്ഷിണം ഭഗവതിക്കല്ല, മുരുകനാ. ഓ, മുരുകനും ഉണ്ടല്ലേ. 2 ഭാര്യമാരുള്ള മുരുകനെ പ്രസാദിപ്പിച്ചാൽ കുടുംബത്തിലെ സ്ത്രീദോഷം മാറിക്കിട്ടുമെന്ന ഇവിടുത്തെ ആചാരം. ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ ചേട്ടാ? വിശ്വസിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, അതാണ് സത്യം. ഞാൻ പക്ഷെ അത് നേർന്നു പോയി. അത് ശരിയാ, നേർന്നെങ്കിൽ പിന്നെ നടത്താതിരിക്കാൻ പറ്റത്തില്ല. അത് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ദോഷം വരും. നേർന്നത് ചെയ്യണമെന്നുണ്ടോ? വല്ല പരിഹാരം വല്ലതും ഉണ്ടോ? നേർച്ചയ്ക്ക് പരിഹാരം എന്താ? അത് നടത്തി തന്നെ ചെയ്യണം. സുഭാഷ് ചേട്ടാ, എല്ലാരും ചെയ്യുന്നില്ലേ? ശൂലം കുത്തി 3 പ്രാവശ്യം അമ്പലം പ്രദക്ഷിണം. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. 3 ദിവസത്തിന് ചെറിയൊരു പാട് കാണും. അത് ഇച്ചിരി പൗഡർ ഇട്ട് അറിയത്ത് പോലും ഇല്ല. അത്രേ ഉള്ളല്ലേ? അപ്പൊ സുധീഷിനൊരു പ്രശ്നവും കാണത്തില്ല. ഞാൻ പോയി നിങ്ങൾക്ക് കുടിക്കാനുള്ള ചായ എടുത്തോണ്ട് വരാം. ഏട്ടത്തി, എനിക്ക് കൂടി. ഇന്നലെ മുറി കയറി കിടക്കാൻ ചെന്നില്ലേ, അതിന്റെ പണിയാ. സുധീഷിന് കടുപ്പം കൂടുതൽ വേണോ? ഇത് ഇത്തിരി കടുപ്പമായിപ്പോയി നിധി. പിന്നെ കാണിക്കുന്ന രാത്രിയാണ്. എക്സൈറ്റ്മെന്റിലാ. എന്ത്? ശൂലം അങ്ങോട്ട് എടുത്ത് തുളച്ച് ഇപ്പുറത്തൂടെ കെട്ടി ഇപ്പുറത്തൂടെ ഇറക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. മണിച്ചേട്ട ഏതാണ്ട് പല്ലിന്റെ കാര്യം പറഞ്ഞല്ലോ. ശൂലം കുത്തുമ്പോൾ 1 പല്ലാണോ 2 പല്ലാണോ? 1 2 ഒന്നും അല്ല, 3. സുഭാഷ് ചേട്ടാ, നിധി വരുന്നു. സുധീഷിന് പേടിയുണ്ടോ? നീ എന്തിനാ മോളെ അങ്ങനെ ഒരു വഴിപാട് നേർന്നേ? ആ സമയത്തെ നമ്മുടെ വീടിനെ പറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയി. ദോഷം മാറാൻ അങ്ങനെ ഒരു വഴിപാട് നടത്താന്ന് പറഞ്ഞപ്പോൾ സാരമില്ല നിധി, താൻ നേർന്നല്ലയോ. കവിളി കമ്പി തറയ്ക്കുമെന്നല്ലേ ഉള്ളൂ. ഞാനത് സഹിച്ചോളാം. എനിക്കുള്ള ദോഷം മാറാൻ ഞാനല്ലേ അത് ചെയ്യേണ്ടത്. ഞാൻ ചെയ്യണമെങ്കിൽ അങ്ങനെയാവാം. അത് പറ്റില്ല എന്ന് പറഞ്ഞോണ്ടല്ലേ സുഭാഷ് ചേട്ടാ? ആർക്കാണോ ദോഷമുള്ളത് അവരുടെ അടുത്ത ബന്ധു ചെയ്യണമെന്നല്ലേ? ഇവൻ അടുത്ത ബന്ധുവല്ലേ? പക്ഷെ സുധീഷേട്ടൻ കൊണ്ടുവന്ന ജ്യോത്സ്യന്മാരെ ജാതകത്തിൽ വേറെ കുഴപ്പമില്ലെന്ന് പറഞ്ഞതല്ലേ? തറവാട്ടമ്പലത്തിൽ വന്ന് വഴിപാട് നടത്തണമെന്ന് പറഞ്ഞല്ലേ? വേറെയും വഴിപാടുണ്ടല്ലോ. ഇവിടുത്തെ പ്രധാന വഴിപാട് ഇതായതുകൊണ്ടാ സുഭാഷ് ചേട്ടാ. നികേഷിനെയും കൊണ്ട് ജയിച്ചൂടെയോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ശൂലം കുത്തിയാൽ മതിയോ? അയ്യോ, അതൊന്നും വേണ്ട. അയ്യോ, എനിക്ക് വിരോധമൊന്നുമില്ല. അതിന് ഞാൻ സമ്മതിക്കത്തില്ല. നോക്കിക്കോ നിധി, ഇതെനിക്കൊരവസരമായി. ഇത് ഞാൻ ഉപയോഗിക്കുക തന്നെ ചെയ്യും. പിന്നെ കാണിക്കുന്ന പിറ്റേന്ന് രാവിലെ ശൂലം കുത്താൻ പോകണ്ടേ? പോടാ ഒന്നോട്. ദാ ചായ. എടാ ഹരീഷ് എന്തിയടാ? ആ നീതുവായിട്ട് സൊള്ളിക്കൊണ്ടിരിക്കുമായിരിക്കും. സുനന്ദേ, ദാ ചായ. എനിക്ക് വേണ്ട, ഞാൻ കുടിച്ചു. ഹരീഷേ, ഇന്നാടാ ചായ. രാത്രി എല്ലാവരും നന്നായിട്ട് ഉറങ്ങിയോ? ഇല്ലപ്പാ, പുതിയ സ്ഥലമല്ലേ, ഉറക്കം വന്നതേയില്ല. ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് ഉറങ്ങി. സുഭാഷേട്ടനും ഉറങ്ങി. വെറുതെ പറയുന്നയാ. നിങ്ങൾ സുഭാഷേട്ടന് വേണ്ടി പെണ്ണാലോചിക്കുന്നില്ലേ? പിന്നെ അതിനു വേണ്ടി തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത്. സുഭാഷേട്ടൻ്റെ കല്യാണം നടക്കാൻ ഇന്ന് ശൂലം കുത്തി പ്രദക്ഷിണം ചെയ്യാൻ പോവാ സുധീഷേട്ടൻ. ആണോ? ആ, എന്നാ നോക്കിക്കോ. തിരിച്ച് നാട്ടിലെത്തി കഴിയുമ്പോഴത്തേന് സുഭാഷേട്ടൻ്റെ കല്യാണം നടക്കും. നല്ല ശക്തിയുള്ള മൂർത്തിയോ, ഉറപ്പായിട്ടും കല്യാണം നടക്കും. ആ, അത് വിട്. നിനക്കവിടെ സുഖമല്ലേ? ആ, വളരെ സുഖം. അശ്വിൻ നല്ലയാളാ, വീട്ടുകാരും അതേപോലെ. ഞാൻ എന്ത് ചോദിച്ചാലും അത് ചെയ്തു തരും. അപ്പോഴത്തേന് ചാന്ദിനി വരുന്നു. ഭയ്യ ഗരംപാനി നെഹിയേ. ആണോ? ഞാൻ കുളിച്ചാണല്ലോ. മേരെ ചെക്കിയേ നെഹി. ഹീറ്റർ ഉണ്ടല്ലോ. അതെ. സുനന്ദ പറയുന്നു, ഞാൻ നോക്കാം. സുഭാഷ് ചേട്ടന് പറയുന്നു, ഞാനിവിടെ നോക്കിയിട്ട് വരാം. സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല, അതുകൊണ്ടാ. ചെല്ല്, ചാവോ. വെള്ളത്തിൽ തെന്നി അടിച്ച് ശാന്തിനി വീഴാൻ നേരത്ത് സുഭാഷ് ചേട്ടൻ കയറി പിടിക്കുന്നു. അത് സുനന്ദ കാണുന്നുണ്ട്. വെള്ളത്തിൽ തന്നെ വീഴാൻ തുടങ്ങിയതാ. താങ്ക് യു. ചെല്ല്, ജാവോ.
എന്നാലേ ഞാനിത് ക്ലീൻ ചെയ്യാം. വേണ്ട, നിന്റെ അമ്മ കണ്ടോണ്ട് വന്നാലേ അത് മതി. നീ പൊക്കോ, ഞാൻ ചെയ്തോളാം. ചാന്ദിനി കുളിച്ചിട്ട് വരുന്നു. സുനന്ദയെ തട്ടാൻ പോകുന്നു. സോറി. ഞാൻ സുനന്ദ, സുഭാഷയുടെ അമ്മയുടെ മകളാ. ഇയാൾ ശരിക്കും ആരാ? മേരാ നാം ചാന്ദിനി. ഓ, ഹിന്ദിക്കാരിയല്ലേ? സുഭാഷേട്ടനെ എങ്ങനെ അറിയാം? ചാന്ദിനി ഹിന്ദി പറയുന്നു. സുനന്ദയ്ക്കൊന്നും പറയുന്ന മനസ്സിലാവുന്നില്ല. എടാ നികേഷേ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തു പറ്റി? എടാ, ഇവൾ ആരാന്ന് ചോദിച്ചപ്പോഴേ എന്തൊക്കെയോ പറയുന്നു. ഒന്നും പറയുന്ന മനസ്സിലാവുന്നില്ല. ഇത് ചാന്ദിനി. അഭിനാഷ് ഭായ് ഇല്ലയോ സുഭാഷേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്നേ? ആ ചേട്ടൻ്റെ അനിയത്തി. ഇവരുടെ വീട്ടിൽ എന്തോ വലിയ പ്രശ്നം. അപ്പം കുറച്ച് ദിവസത്തേന് നമ്മുടെ വീട്ടിൽ നിൽക്കാൻ വന്നയാ. വീട്ടിൽ ആളില്ലാത്തോണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ കൂടെ കൂട്ടി, അത്രേ ഉള്ളൂ. ചാന്ദിനി, തും ഭാഗോ ജൽ ടീക്കേ. കുട്ടി കാണാൻ കൊള്ളാല്ലേ? കുഴപ്പമില്ല. കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാ സുഭാഷ് ചേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചൂടെ? കല്യാണം കഴിപ്പിക്കാന്ന് വെച്ചാ നല്ല ഇല്ലയോ? കല്യാണം കഴിപ്പിച്ച ഭാഷ അറിയാതെ എങ്ങനെ കല്യാണം കഴിക്കുന്നേ? കല്യാണം കഴിക്കുന്നതിന് എന്തിനാ ഭാഷ അറിയുന്നേ? രണ്ടുപേരും പരസ്പരം സംസാരിക്കണമെങ്കിൽ ഭാഷ അറിയണ്ടായോ? മനുഷ്യരെല്ലാ ഭാഷയും പഠിക്കുകയല്ലേ ചെയ്യുന്നത്. കല്യാണം കഴിയുമ്പോൾ അതൊക്കെ പഠിച്ചോളൂ. അതൊന്നും ശരിയാവില്ല. നമുക്ക് വേറെ നോക്കാം. പിന്നെ കാണിക്കുന്നത് നീതുവിന്റെ വീടാണ്. നീ അവിടെ റെഡി ആയിട്ട് നിന്നാ മതി. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. അവൾ എന്തിയെ? അകത്തുണ്ട്. ഇതൊക്കെ നടക്കൂടാ, നടത്തിയെടുക്കണം. എനിക്കെന്തോ കുഴപ്പം വരുവാന്ന് ഒരു തോന്നല്. ഒരു പേടിയും വേണ്ട. അവനും അവൻ്റെ ഫാമിലിയും അവിടെ ഇല്ല. അവർ തിരിച്ചു വരുന്നതിന് മുമ്പ് എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കണം. നീ പ്രേമനോടൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ. സംസാരിച്ചിട്ടുള്ളത് കൊണ്ടല്ലേ നിങ്ങളോട് റെഡിയാവാൻ പറഞ്ഞേ? അവന് പൂർണ്ണ സമ്മതമാണല്ലോ. അച്ഛൻ അറിയാത്ത ആളൊന്നും അല്ലല്ലോ. അറിയാ, അവൻ എൻ്റെ ചങ്ക് ബ്രോയാണ്. ഞാൻ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കുക. അവൻ്റെ അച്ഛനോട് സംസാരിച്ചില്ലേ? സംസാരിച്ചു. അവർ കുറച്ച് കാശ് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നൊരു ബൈക്ക്. അത് നമുക്ക് നോക്കാം. ഇന്ന് കല്യാണം നടക്കുമെന്ന് അവർക്കറിയത്തില്ല. അയ്യോ, അപ്പം അത് പ്രേമ സംസാരിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞാലും അവൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. അതിനുശേഷമല്ലേ ഉള്ളു എല്ലാരെയും അറിയിച്ചുള്ള കല്യാണം നടത്തുന്നത്. പ്രശ്നമൊന്നും ആവത്തില്ലല്ലോ. ഇല്ലെന്നേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എടാ, അവൾ പിന്നെയും പോലീസിനെ വിളിച്ചാ അത് കെട്ട് കഴിഞ്ഞിട്ടല്ലേ? അപ്പം പിന്നെ പോലീസിനൊന്നും ഇടപെടാൻ പറ്റത്തില്ല. എടാ, അവരെത്ര ചോദിക്കും? അതാണോ ഇപ്പം സംസാരിക്കേണ്ടത്? ആദ്യം കെട്ട് നടക്കട്ടെ. നിങ്ങൾ അവളെയും കൊണ്ട് അമ്പലത്തിൽ വന്നാൽ മതി. ആലോചിക്കുമ്പോൾ പേടി തോന്നുവാ. അമ്മേ, ഇതെന്തൊരു വർത്തമാനോ? ഇന്നലെ കാര്യം പറഞ്ഞപ്പോഴേ ഗംഭീര ഐഡിയ എന്നല്ലേ പറഞ്ഞത്. ഇപ്പം കാര്യം നടക്കാൻ നേരത്ത് വിഷയം മാറ്റുവാണോ? അതല്ലടാ, അവളെ അങ്ങോട്ട് എങ്ങനെ എത്തിക്കുമെന്നാ. ഇനി അവളെ അവിടെ എത്തിച്ചാലോ? കല്യാണക്കാരിയെന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ട് അവൾ അവിടെ കിടന്ന് ബഹളം വെക്കും. നിങ്ങൾ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നു. ഒരു ദിവസം ആ മെക്കാനിക്കലിനെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് കയറി വരും. അപ്പം ആ കുടുംബം എല്ലാം നമ്മുടെ ബന്ധുക്കാരാവും. അത് വേണോ? അയ്യേ, അതൊന്നും വേണ്ട. എന്നാ ഞാൻ പറഞ്ഞ പോലെ ചെയ്യ്. അമ്പലത്തിലേക്കാന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ട് വാ. അപ്പോൾ 1000 ചോദ്യങ്ങൾ അവൾ ഇങ്ങോട്ട് ചോദിക്കും. ഈ ഒരു കാര്യം നടത്തിയെടുക്കാൻ ഞാൻ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഈ ചെറിയ കാര്യം പോലും നടത്തിയെടുക്കാൻ പറ്റത്തില്ലയോ? ശരി, ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തേ അമ്പലത്തിലുണ്ടാകും. നീ ചെല്ല്, ഞങ്ങൾ വന്നോളാം. അതെ, അവൾ എന്തേലും പ്രശ്നം ഉണ്ടാക്കുമോ? അവിടെ തല തല്ലി പൊളിച്ചായാലും ഈ കല്യാണം നടത്തും. എന്താ സംശയമുണ്ടോ? ഇല്ല. അപ്പം ഞാൻ അങ്ങോട്ട് ഇറങ്ങുമോ? നിങ്ങൾ വേഗം വരണം. വരാം. പിന്നെ കാണിക്കുന്നത് നീതു ഹരീഷ് സംസാരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇനി എത്താൻ വൈകുമെന്നാണോ പറയുന്നേ? അല്ല, നാളെ എത്തും. എനിക്ക് നിന്നെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എനിക്കും. അതാ ഞാൻ വിളിച്ചത്. നീതു, അതെ, ഇവിടെ ചെറിയൊരു ഹിഡൻ സ്പോട്ട് ഉണ്ട്. ചെറിയ വെള്ളച്ചാട്ടവും മരങ്ങളും ഒക്കെ ഉള്ളേ. അവിടെ പോയിരുന്നാലേ നേരം പോകുന്നത് അറിയത്തതേയില്ല. ഇനി പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകണം. അവിടെ പോയിരുന്നപ്പോഴേ നീ കൂടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ ആലോചിച്ചു പോയി. എടി നീതു, അവിടെ ആരും വരാത്ത സ്ഥലമാണ്. അങ്ങനെയാണെങ്കിലേ അവിടെ വെച്ച് നീ എനിക്കൊരു കിസ് കൂടെ തരണം. അയ്യേന്നോ? അതിനെന്താ? അതിനൊന്നുമില്ല. നാണം വന്നു ഹരീഷേ. നീതു, അമ്മ കുറേ നേരമായിട്ട് വിളിക്കുന്നു. ഞാൻ വിളിക്കാം കേട്ടോ. നീതു, ദാ വരുന്നമ്മ. എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? നിന്നെ എത്ര നേരമായിട്ട് വിളിക്കുന്നു. പാത്രം മുഴുവൻ കഴുകി വെക്കാൻ പറഞ്ഞു. കഴുകി വെച്ചു. എന്താ നിങ്ങൾക്ക് വേണ്ടത്? നീ വേഗം പോയി റെഡിയായി. നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരണം. അമ്പലത്തിലേക്കോ? എന്തിനെന്ന് പറഞ്ഞാലേ വരത്തുള്ളൂ. അതെ മോളെ, കഴിഞ്ഞ മാസം അച്ഛനൊരു വണ്ടി തട്ടി ഒരു ആക്സിഡന്റ് ഉണ്ടായില്ലേ? അന്ന് നേർന്ന വഴിപാടാ. ഇന്നലെ അമ്പലത്തിലെ പൂജാരിയെ കണ്ട് സംസാരിച്ചപ്പോൾ ഇന്ന് ചെന്ന് വഴിപാട് നടത്താൻ പറഞ്ഞു. കുടുംബത്തിൽ ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ മനസമാധാനമില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് തന്നെ നടത്താമെന്ന് വിചാരിച്ചു. അതാണ്. നീ കൂടി വാ. ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. എല്ലാ കാര്യവും നിന്നോട് പറയണോ? വഴിപാട് പോയി കഴിച്ചിട്ട് വന്നാ പോരെ? അതിന് ഞാൻ എന്തിനാ വരുന്നേ? എടി, കുടുംബത്തോട് ചെയ്യുന്ന വഴിപാടാ. എടി, നമ്മുടെ ചില സ്വന്തക്കാരൊക്കെ വരും. അവർ നീ എന്തിന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഓ, അപ്പം സ്വന്തക്കാരെ കാണിക്കാനാണ് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അല്ലാതെ വലിയ സ്നേഹം ഉണ്ടായിട്ടല്ല. നിനക്ക് ഞങ്ങളോട് ഭയങ്കര സ്നേഹമാണല്ലോ. ഞങ്ങൾക്കാണല്ലോ നിന്നോട് സ്നേഹമില്ലാത്തത്.
അച്ഛൻ്റെ ഒരു കാര്യമായി പോയില്ലേ, നീ പോയി റെഡി ആയിട്ട് വാ. അപ്പൊ സ്വന്തക്കാരോടൊക്കെ നേരത്തെ പറയാൻ, എന്നോട് മാത്രം പോവാൻ നേരത്തെ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ? സംസാരിച്ച് നേരം കളയാതെ പെട്ടെന്ന് ഒരുങ്ങി വാ നീതു. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സമയം വേണ്ടായോ? വേഗം ചെല്ല്. നിനക്ക് ഞാൻ സാരി എടുത്തു വെച്ചിട്ടുണ്ട്. സാരിയോ? എന്തിന്? എല്ലാവരും സാരി ഉടുത്താ വരുന്നത്, നീ മാത്രം ചുരിദാർ ഇട്ട് വന്നാലോ? ഇങ്ങനെയുള്ള സമയത്തല്ലേ സാരി ഉടുക്കേണ്ടത്. നീ പോയി ചെന്ന് റെഡിയാവ്. ആ വരാം. പിന്നെ കാണിക്കുന്ന അമ്പലമാണ്. പെൺകുട്ടി വന്നില്ലേ? ഇപ്പം വരൂ. ഇവിടെ എല്ലാം റെഡിയായോ തിരുമേനി? റെഡിയായി. താലി ഞാൻ പൂയിച്ചു വെച്ചിട്ടുണ്ട്. പെൺകുട്ടി വരണം, താലി കെട്ടണം, പുടവ കൊടുക്കണം, അത്രേ ഉള്ളൂ. ആ അതിപ്പം നടക്കും തിരുമേനി. എങ്കിൽ നല്ലത്. എടാ പൂമാല, എടാ പ്രേം എവിടെടാ? ദാ നിൽക്കുന്നു. നീ വാ. അളിയ റെഡിയായോ? ആ റെഡിയായി. നിനക്ക് ടെൻഷനുണ്ടോ? ചെറിയൊരു ടെൻഷനുണ്ട്. അച്ഛനമ്മമാരെ അറിയിക്കാതുള്ള പരിപാടിയല്ലയോ? എടാ നീ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ? പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇന്നാണെന്ന് അറിയത്തില്ലല്ലോ. എടാ കുഴപ്പം ഉണ്ടാവോ? ആദ്യത്തെ ദേഷ്യമേ കാണിക്കത്തുള്ളൂ, പിന്നെ എല്ലാം ശരിയായിക്കോളും. എടാ കൂട്ടുകാരനാന്ന് പറഞ്ഞേ ഡൗറി തരാതിരിക്കല്ല്. എടാ അതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? നിനക്ക് എന്ത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അതൊക്കെ ഞാൻ തരും. അത് പോരെയോ? എടാ ഞാൻ ചുമ്മാതെ പറഞ്ഞ, നീ സീരിയസ് ആക്കിയോ? എൻ്റെ അച്ഛൻ അന്ന് പറഞ്ഞ കാര്യം ഓർത്തിട്ടാണോ? ഇതൊക്കെ ഞങ്ങൾ ചെയ്യേണ്ട കടമകളല്ലേ? ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നീ നീതുവിനെ കെട്ടാൻ സമ്മതിച്ചല്ലോ. അത്രയും ചെയ്ത കൂട്ടുകാരന് ഞാൻ തിരിച്ചെന്തെങ്കിലും ചെയ്യണ്ടായോ? ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് നിന്റെ അനിയത്തിയല്ലേ? നിന്റെ അവസ്ഥ എനിക്കറിയാം. ഒരു കാരണവശാലും അവളെ ആ വീട്ടിലേക്ക് പറഞ്ഞയക്കത്തില്ല. അതിന് ഞാൻ സമ്മതിക്കത്തില്ല. പോരെയോ? എൻ്റെ മുന്നിൽ വെല്ലുവിളിച്ചിട്ട് അവൻ പോയത്. ആ വെല്ലുവിളി ഇനി ആവർത്തിക്കല്ല്. നീ ഇതുമൊക്കെ ഓട്ടം വന്ന് ഇറങ്ങുന്നു. ബാ മോളെ ഇറങ്ങ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ.